بسم الله الرحمن الرحيم عم يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا بسم الله والحمد لله والصلاة والسلام على رسول الله. മദ്രസ കുട്ടികൾക്കൊക്കെ എന്നെ അറിയാം അല്ലേ? ഞാൻ അറിയാത്ത കുറേ പുതുമുഖങ്ങളുണ്ട് ഇവിടെ. നമ്മുടെ വിഷയം പേടിക്കേണ്ട എന്താണ്? അള്ളാഹു കൂടെയുണ്ട് അല്ലേ? പേടിക്കേണ്ട അള്ളാഹു കൂടെയുണ്ട്, ഇതാണ് നമ്മുടെ വിഷയം. പേടിക്കേണ്ട അള്ളാഹു കൂടെയുണ്ട് എന്നുള്ള വിഷയം, അതിനല്പം സ്വരം മാറ്റിയാൽ പേടിക്കണം അള്ളാഹു കൂടെയുണ്ട്, അങ്ങനെയും പറഞ്ഞൂടെ? പേടിക്കേണ്ട അള്ളാഹു കൂടെയുണ്ട്, അതതിൻ്റെ ഒരു ഭാഷ. അല്പം ഒന്ന് മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞത്? പേടിക്കണം അള്ളാഹു കൂടെ ഉണ്ട്. ഈ രണ്ട് ടൈറ്റിലും, പേടിക്കേണ്ട അള്ളാഹു കൂടെയുണ്ട്, പേടിക്കണം അള്ളാഹു കൂടെയുണ്ട്, രണ്ട് ടൈറ്റിലുകളും എന്താണ് അറിയിക്കുന്നത്? ഒരാൾ എഴുന്നേറ്റ് നിന്ന്, ആ ബാക്ക് ഭാഗത്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി ഫ്രണ്ട് നിന്നാലും കുഴപ്പമില്ല, ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയണം പേടിക്കേണ്ട അള്ളാഹു കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പേടിക്കണം അള്ളാഹു കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പേടിക്കേണ്ട അള്ളാഹു കൂടെയുണ്ടെന്ന് പറയുന്നത്, നമ്മൾ എന്ത് ആപത്തുണ്ടെങ്കിലും അത് രക്ഷിക്കാനായി അള്ളാഹു കൂടെയുണ്ട്. നമ്മളെന്ത് ഒറ്റപ്പെട്ടാലും ഒപ്പം അള്ളാഹു ഉണ്ടെന്നുള്ള വിശ്വാസം, അതാണ് പേടിക്കേണ്ട അള്ളാഹു കൂടെയുണ്ട് എന്ന് പറയുന്നത്. എന്നാൽ പേടിക്കണം അള്ളാഹു കൂടെയുണ്ടെന്ന് പറയുന്നത്, നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്താലോ എന്തെങ്കിലും ചെയ്താൽ അത് ശിക്ഷിക്കാനോ ചോദിക്കാനോ പറയാനോ അള്ളാഹു ഉണ്ടെന്ന് ഉള്ള ടൈറ്റിലാണ് പേടിക്കണം അള്ളാഹു കൂടെയുണ്ട്. പേടിക്കണ്ടോ? പോലും മാഷാ അല്ലാ, അല്ലാഹു തബാറക്കല്ലാ, മാഷാ അല്ലാ തബാറക്കല്ലാ. ഉത്തരം ശരിയല്ലേ? പേടിക്കേണ്ട അള്ളാഹു കൂടെയുണ്ട് എന്നതിൻ്റെ സുന്ദരമായ ഒരു വിവരണമാണ്, ഡെഫിനിഷനാണ് അവൻ തന്നത്. എന്താ മോൻ്റെ പേര്? ഷുഐബ് ഇവിടെ തന്നത്. പേടിക്കേണ്ട അള്ളാഹു കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊരു പ്രശ്നങ്ങൾ, ഇവിടെ ശ്രദ്ധിക്ക്, നമുക്ക് ടെൻഷൻ, നമുക്ക് രോഗം, നമുക്ക് പേടി, എന്താവട്ടെ, അതൊക്കെ നമുക്ക് പോകും, നമ്മളിന്ന് ഒഴിവാകും. ഏത് വിശ്വാസം ഉണ്ടെങ്കിൽ? അള്ളാഹു നമ്മളോടൊപ്പമുണ്ട് എന്ന വിശ്വാസം ഉണ്ടെങ്കിൽ. ആ വിശ്വാസം നമ്മളെ എവിടെ ഉണ്ടാവേണ്ടത്? നമ്മളുടെ മനസ്സിലുണ്ടായാൽ. അതാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. പേടിക്കണം അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം, നമ്മൾ തെറ്റ് ചെയ്താൽ, റോങ് വേയിലൂടെ നമ്മൾ പോയാൽ, റോങ് ആയത് നമ്മൾ സ്പീച്ച് ചെയ്താൽ, അതേപോലെ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ വേണ്ടാത്തരങ്ങൾ കണ്ടാൽ, നമ്മുടെ കാതുകൊണ്ട് നമ്മൾ വേണ്ടാത്തരങ്ങൾ കേട്ടാൽ, ആരുണ്ട്? അള്ളാഹു ഉണ്ട്. അള്ളാഹു എന്തു ചെയ്യും? നമ്മളെ പിടികൂടും.
അള്ളാഹു നമ്മളെ ശിക്ഷിക്കാൻ കഴിവുള്ളവനല്ലേ. അപ്പോൾ ആ നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ പേടിക്കണം. ഞാനൊരു കഥയിൽ തുടങ്ങാം. ഒരു കഥ. ഒരു രാജാവ് ബുദ്ധിമാനാണ്, വൈസ് കിങ്. അയാൾ ഒരു കർഷകന് കാശ് കൊടുത്ത്, കർഷകന് കാശ് കൊടുത്തത് കുറേ കഴിഞ്ഞിട്ട് തിരിച്ചു തരണം എന്ന വ്യവസ്ഥയിലാണ്. കാശ് കൊണ്ടുപോയിക്കോളൂ. കർഷകന് പൂവർ, അപ്പോൾ കാശിന് ആവശ്യമുണ്ട്, കാശ് കൊണ്ടുപോയിക്കോളൂ, പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞാൽ തിരിച്ചു തരണം ഇന്ന ഡേറ്റിൽ. കർഷകനത് തിരിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. ആ ഡേറ്റിൽ, ഫിക്സഡ് ഡേറ്റിൽ പൈസ എമൗണ്ട് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ രാജാവ് യഥാർത്ഥത്തിൽ ഈ കാശ് കൊടുത്തപ്പോൾ രാജാവിനറിയാം ഇയാൾ പൂവറാണ്, തിരിച്ചു തരാൻ കഴിയില്ല. രാജാവിൻ്റെ എയിം ഈ കർഷകന്, ഫാർമർക്ക് ഒരു മകനുണ്ട്, നല്ല ഹെൽത്തി, നല്ല മോൻ. ആ മോനെ കൊട്ടാരത്തിൽ തൻ്റെ ജോലിക്ക് പിടിച്ചു നിർത്താം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഐഡിയ. രാജാവ് പറയാണ്, ഒന്നുകിൽ കാശ് തിരിച്ചു തരണം നമ്മുടെ നിർണിത ഡേറ്റിൽ, അതില്ല എങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ മകനെ കൊട്ടാരത്തിൽ ജോലിക്ക് നിർത്തണം. ഈ കുടുംബം, ഫാർമറുടെ ഈ കുടുംബം, അവർ വളരെ പുവറാണ്. അവർക്ക് ഈ മകനേ ഉള്ളൂ. അപ്പോൾ ആ മകനെ അവർക്ക് വേണം. പക്ഷെ രാജാവ് സമ്മതിക്കണില്ല. കാശ് തരണം, അല്ലെങ്കിൽ മോനെ തരണം. അപ്പോൾ കൊട്ടാരത്തിൽ സംസാരമായി. അപ്പോൾ രാജാവ് പറഞ്ഞേ, ഞാനൊരു മത്സരം വെക്കും, ഒരു മത്സരം. ആ മത്സരത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം, മോന് പങ്കെടുക്കാം, നിങ്ങളുടെ ഭാര്യയ്ക്ക് പങ്കെടുക്കാം, പ്രശ്നമല്ല. പക്ഷേ മത്സരത്തിൽ ആര് വിജയിക്കും അതിനനുസരിച്ച് നമുക്ക് തീരുമാനമെടുക്കാം. ഓക്കെ, എഗ്രിയായി. ഈ മകനും പറഞ്ഞു ഫാദറിനോട് എഗ്രിയാകാൻ പറഞ്ഞു. എഗ്രിയായി. രാജാവ്, മത്സരം എന്താ? രാജാവ് ഗാർഡനിൽ ഇരുന്നു, ആളുകളൊക്കെ ഉണ്ട്. ഒരു കീസ് ഉയർത്തി കാണിച്ചു. ബാഗ് ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ തോട്ടത്തിൽ നിന്ന് 2 കല്ല്, ഒന്ന് ബ്ലാക്ക് മറ്റൊന്ന് വൈറ്റ്, ബ്ലാക്കും വൈറ്റും കല്ലുകൾ പെറുക്കിയിട്ട് ഈ കീസിലിടും. എന്നിട്ട് ഞാൻ ഈ കീസ് ഇങ്ങനെ പൊക്കി കാണിക്കും. നിങ്ങളുടെ മോൻ വന്ന് ആളുകളുടെ മുമ്പിൽ വെച്ച് ഈ കീസിൽ നിന്ന് ബ്ലാക്ക് കല്ലാണ് എടുക്കുന്നതെങ്കിൽ കാശ് പിന്നീട് തിരിച്ചു തന്നാൽ മതി. മോനെ പിടിച്ചു വെക്കൂല, കാശ് തിരിച്ചു തന്നാൽ മതി. പക്ഷെ വൈറ്റ് കല്ലാണ് മോൻ എടുക്കുന്നത് എങ്കിൽ എന്താ വേണ്ടത്? മോനെ കൊട്ടാരത്തിൽ ജോലിക്ക് നിർത്തണം എന്ന് പറഞ്ഞു. കുടുംബം ഇത് കേൾക്കുമ്പോൾ എന്താണ്? എന്ത് സംഭവിക്കും? പേടിയാണ്. ഫ്യൂച്ചർ എന്തായിരിക്കും? ഭീതിയാണ്, അല്ലേ? പക്ഷെ ആ മകൻ ഫാദറിനോടും മദറിനോടൊക്കെ പറഞ്ഞ്, ടെൻഷൻ വേണ്ട, പേടിക്കണ്ട, ഞാൻ ഏറ്റു ഈ മത്സരം കൈകാര്യം ചെയ്യും. രാജാവ് കീസ് കാണിച്ചു. 2 കല്ല് അതിൽ ഉണ്ട്, 2 കല്ലുണ്ട് കാണിച്ചു. പുറത്തേക്ക് അതിൻ്റെ കളറ് കാണില്ല, കീസ് ഇങ്ങനെ കാണിച്ചു. അതിൽ 2 കല്ലുണ്ട്. ഇനി മകൻ വന്നിട്ട് എന്ത് ചെയ്യണം? ആളുകൾക്കിടയിൽ ആ കല്ലെടുക്കണം, എന്നിട്ട് രാജാവിന് ഏൽപ്പിക്കണം. അത് വൈറ്റാണോ അതല്ല ബ്ലാക്കാണോ? മകൻ എന്ത് ചെയ്ത്? കടന്നു വന്ന് എന്നിട്ട് കീസിൽ നിന്ന് എന്തെടുത്ത്? കല്ലെടുത്ത് രാജാവിന് കൊടുക്കാൻ ആഞ്ഞ് ഈ മകനാണ് വീണ്. കല്ല് തെറിച്ചപ്പോൾ എന്തായി? കുറേ കല്ലുകളുണ്ട്. ഏത് കല്ലാണ് വീണത് എന്നറിയണില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് രാജാവ് എന്ത് പറയും? ഒരു ടൈം കൂടി നമുക്കെന്ത് ചെയ്യാം? മത്സരം നടത്താമെന്ന് പറഞ്ഞു. പക്ഷേ ഈ മോൻ പറഞ്ഞ്, രാജാവ് അതിൻ്റെ ആവശ്യമല്ല,
അതിൻ്റെ ആവശ്യമല്ല. കീസിൽ 2 കല്ലാണുള്ളത് അല്ലേ? ബ്ലാക്ക് ആണോ ഞാൻ എടുത്തത്, വൈറ്റ് ആണോ ഞാൻ എടുത്തതാണുള്ള വിഷയം. എൻ്റെ കയ്യിൽ നിന്ന് ഏത് കല്ലാണ് തെറിച്ചു വീണത് എന്നുള്ളത് അറിയാൻ പറ്റും. എങ്ങനെ പറ്റും? ആ ബാഗിലുള്ള കല്ല് ഏതാന്ന് നോക്കിയാൽ മതി. അത് വൈറ്റ് ആണ് എങ്കിൽ ഇവൻ്റെ അടുത്ത് തെറിച്ചു വീണത് ഏതാ? ബ്ലാക്ക് ആണ്. അത് ബ്ലാക്ക് ആണെങ്കിൽ തെറിച്ചു വീണത് വൈറ്റ് ആണ്. എല്ലാവരും പറഞ്ഞു, കുട്ടി പറഞ്ഞത് വലിയ ന്യായമാണ് അല്ലേ? നല്ല കുട്ടി, നല്ല അഭിപ്രായം എല്ലാവരും പറഞ്ഞു. അപ്പോൾ രാജാവിനെ സമ്മതിക്കേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ നോക്കിയപ്പോൾ എന്താണ്? കീസിൽ ഏത് കല്ല? വൈറ്റാണ്. യഥാർത്ഥത്തിൽ രാജാവ് ഈ കീസിൽ 2ഉം വൈറ്റായിരുന്നു ഇട്ടിരുന്നത്. 2 കല്ലും എന്തായിരുന്നു? വൈറ്റായിരുന്നു. ബ്ലാക്ക് ഉണ്ടായിരുന്നില്ല. അത് കുട്ടിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്തത്? വീഴാൻ ഭാവിച്ചതും കല്ല് തെറിപ്പിച്ചിട്ടത്. കാരണം വൈറ്റ് എടുത്ത് രാജാവിൻ്റെ കയ്യിൽ കൊടുത്താൽ എന്തുവാ റിസൾട്ട്? എന്താ? ഈ കുട്ടി കൊട്ടാരത്തിൽ ജോലി ചെയ്യണം. തൻ്റെ അപ്പയും ഉമ്മയും തൻ്റെ ഫാദറും മദറും വീട്ടിൽ തനിച്ചാവും. അവർ തീരാ ദുഃഖിതരാകും, പ്രയാസത്തിലാകും. പക്ഷേ കുട്ടി തൻ്റെ ബുദ്ധി ഉപയോഗിച്ചു കല്ലൊന്നെടുത്ത് വീഴാനോങ്ങി തെറിപ്പിച്ച് വിട്ട്. എന്നിട്ട് പറഞ്ഞു, ഇനി നമ്മൾ കീസിലെ കല്ല് നോക്കിയാൽ ഞാൻ എടുത്തത് ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ തിരിച്ചറിയാൻ പറ്റും. രാജാവിനും പറയാൻ പറ്റുമോ 2ഉം വൈറ്റായിരുന്നു? അപ്പോൾ രാജാവ് ബുദ്ധിയാണെന്ന് മനസ്സിലാക്കില്ല ആളുകൾ. കുട്ടിയുടെ തീരുമാനത്തിൽ ആ സദസ്സ് പിരിയാണ്. മാതാപിതാക്കളെ സന്തോഷിക്കുകയാണ്. മനസ്സിലായത്? അവരുടെ പേടി മാറി, ഭീതി മാറി. ഞാൻ ഈ ഒരു കഥ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു വെച്ചത് എന്തിനാ വെച്ചാൽ, നമുക്കൊക്കെ എന്തുണ്ട്? ബുദ്ധിയുണ്ട്, തലച്ചോറുണ്ട്. നമുക്ക് നൽകിയ ഈ ബുദ്ധി നമുക്കായിട്ട് യൂസ് ചെയ്യണം. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മെ തേടി വരുന്ന പ്രശ്നങ്ങളുണ്ടാവും. അത് ചിലപ്പം ടെൻഷനാകും, ചിലപ്പം പേടിയാകും അല്ലേ? ചിലപ്പം മറ്റു പലതും ആകും. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയും. നമുക്കത് തരണം ചെയ്യാൻ പറ്റും. അതിനാണ് ഞാൻ ഈ ഒരു കുട്ടിയുടെ ഉദാഹരണം പറഞ്ഞത്. ഈ കുട്ടിയെ പോലെയാണ് നമ്മളൊക്കെ നമ്മുടെ ഒരു നല്ല ഫ്യൂച്ചറിന് വേണ്ടി നമ്മുടെ ബുദ്ധി അതേപോലെ നമ്മുടെ അറിവ് ഇത് നമ്മൾ ഉപയോഗിക്കണം. പേടിയെക്കുറിച്ചാണ് നമ്മളുടെ വിഷയം. പേടിക്കണ്ട, അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ട്. പേടി എല്ലാ മനുഷ്യന്മാർക്കുണ്ട്. എല്ലാവരും പേടിക്കൂലേ? ഇപ്പം നമ്മൾ ചില ആളുകൾ ഇവിടെ ശ്രദ്ധിക്ക്. പേടി എല്ലാവർക്കും ഇല്ലേ? ഇപ്പം നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു സംഗതിയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു ലാ തഖഫ്, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അള്ളാഹു ഒരു വ്യക്തിയെ വിളിച്ചിട്ട് പറഞ്ഞു പേടിക്കണ്ട എന്ന് പറഞ്ഞു. ആ വ്യക്തി പേടിക്കാൻ കാരണം തൻ്റെ മുമ്പിൽ കണ്ട ഒരു സർപ്പാണ്. ആരായിരിക്കും ആ വ്യക്തി? മൂസ അലൈഹിസ്സലാം. എന്നിട്ടെന്നാ ഫഹീം അതൊന്ന് പറഞ്ഞ എന്താണ് വിഷയം? മൂസ നബിക്ക് വടി കൊടുത്തപ്പോൾ അത് താഴ്ത്തപ്പോൾ പാമ്പായി മാറി. അപ്പോൾ മൂസ അലൈഹിസ്സലാം പേടിച്ചു. അപ്പോൾ അല്ലാഹു പറഞ്ഞു പേടിക്കണ്ട. അതാണ് ആ സന്ദർഭം. കണ്ടാ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കയ്യിൽ വടി ഉണ്ടായിരുന്നു. ആ വടി ഇടാൻ അള്ളാഹു പറഞ്ഞപ്പോൾ വടി സർപ്പമായിട്ട് ഇഴഞ്ഞു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൂസയോട് പറഞ്ഞു ലാ തഖഫ്, എന്താ പേടിക്കണ്ട. ഞാനത് പറഞ്ഞത് എന്തിനാ? പേടി എല്ലാവർക്കും ഉണ്ടാകും. പ്രവാചകന്മാർ വരെ പേടിക്കണ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വിഷയം എന്താ? വിഷയം പേടി ഉണ്ടാകുമ്പോൾ എന്താ നമുക്കുണ്ടാകേണ്ട ബോധം? നമ്മുടെ ചിന്തയിൽ എന്താ ഉണ്ടാകേണ്ടത്? എന്താ? അവിടെ ആ ബാക്കിലൊക്കെ പറയും, കയ്യൊന്നിച്ചിട്ട് പറയും, അള്ളാഹു കൂടെ ഉണ്ട് എന്നുള്ള ബോധമാണ്. ഞാനൊരു ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേടിക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു വിഷയത്തിലുണ്ടായാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് ചെയ്തിരുന്നത്? എന്താ ചെയ്തിരുന്നത്? അല്ല, കൈ ആരും വിളിച്ചു പറയാൻ പാടില്ല. അല്ല, കൈ ബന്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാൻ ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ട് ബാക്ക് ഭാഗത്തൊന്നും കൈ ബന്ധിക്കുന്നില്ലല്ലോ ആരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേടിയുണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിരുന്നു? നമസ്കരിക്കുമായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുമായിരുന്നു. നമസ്കരിക്കുമായിരുന്നു. എന്തിനാണ് നമസ്കരിക്കണത്? അതെന്താ നമ്മളെ അറിയിക്കണത്? ആർക്ക് വേണ്ടിയാണ് നമസ്കരിക്കണത്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് നമസ്കരിക്കുന്നത്. പേടിയോ ഒരു വിഷയത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു തൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസത്താൽ അള്ളാഹുവിന് നമസ്കരിക്കുകയും ആ നമസ്കാരത്തിൽ എന്താ ഉള്ളത്? ദുആയാണ്, പ്രാർത്ഥനയാണ് അല്ലേ? അപ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യും. യഥാർത്ഥത്തിൽ നമുക്ക് ഏതൊരു സന്ദർഭത്തിലും ഇങ്ങനെയുള്ള ബോധം അതാണ് വേണ്ടത്. മനസ്സിലായില്ലേ? ഒരു മരച്ചുവട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നുറങ്ങും, വിശ്രമിക്കുകയാണ്. മരുഭൂമിയിലാണ്. ഒരു യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം. മരത്തിൻ്റെ ചോട്ടിൽ കിടക്കുകയാണ്. യുദ്ധം കഴിഞ്ഞപ്പോൾ വിശ്രമിക്കാനായി കടന്ന പ്രവാചകൻ തൻ്റെ വാള് ആ കിടക്കുന്ന വൃക്ഷത്തിൽ കൊളുത്തിയിട്ടിട്ടാണ് കിടക്കുന്നത്. നല്ല വിശ്രമ നിദ്രയാണ്, ഉറക്കാണ്. ഒരു വ്യക്തി ഇത് കണ്ടു, രംഗം കണ്ടു. ആ വ്യക്തി മുസ്ലിമല്ല, അമുസ്ലിമാണ്. ആ വ്യക്തി തൻ്റെ ശത്രുവായി, എനിമിയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നത്, എനിമിയായിട്ട്. അപ്പോൾ വാളുമുണ്ട്, ശത്രുവുണ്ട്. വാള് ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. ഒരു ശത്രു ഇത് കാണുമ്പോൾ എന്താ ചെയ്യുക? എന്താ മനസ്സിൽ വിചാരിക്കുക? വാളുണ്ട് അല്ലേ? വെട്ടൊന്ന് കഷ്ണം 2, വെട്ടൊന്ന് കഷ്ണം 2 ആലോചിക്കൂലേ? ആ വ്യക്തിക്കും അങ്ങനെ തന്നെ ചിന്ത പോയത്. അയാൾ ഓടി വന്ന് വാളെടുത്ത് ഉറങ്ങിക്കിടക്കുന്ന നബിയെ മുട്ടി വിളിച്ചിട്ട് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്നല്ല പറയണത്. എന്താ പറയണത്? മുഹമ്മദ്, നിങ്ങളെ ഈ വാൾ കൊണ്ട് ഞാൻ വെട്ടും. ആര് രക്ഷപ്പെടുത്തുമെന്ന് ചോദിക്കണം. ആര് രക്ഷപ്പെടുത്തും? എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി? അല്ലാഹ്. എന്താ പറയുന്നത്? അല്ലാഹ്. കൈ വേഗം പൊന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കൂട്ടാ. ഉത്തരം പറയുമ്പോൾ ശരിക്കും കൈ പൊന്തിച്ചിട്ട് ഉത്തരം പറയുമ്പോഴായിരിക്കും സമ്മാനം. ഇവിടെ വെറുതെ ഇരിക്കല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേടി ഉണ്ടാവില്ലേ? ശത്രു, അവൻ്റെ കയ്യിൽ വാള്, കൊല്ലുമെന്ന ഭീഷണി. ആര് രക്ഷപ്പെടുത്തുമെന്നാണ് ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? അള്ളാഹു രക്ഷപ്പെടുത്തും എന്നാണ്. അള്ളാഹു രക്ഷപ്പെടുത്തും. ഇവിടെ പേടിച്ച ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ എന്താ ഉണ്ടായത്? അള്ളാഹു കൂടെയുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹ് എന്ന് പറഞ്ഞത്. എനിക്ക് സെക്യൂരിറ്റി ഉണ്ട്, എനിക്ക് ബോഡി ഗാർഡ് ഉണ്ട്, എനിക്ക് ബ്ലാക്ക് ക്യാറ്റ് ഉണ്ട് എന്നൊന്നും പറഞ്ഞില്ല. കരിമ്പൂച്ച ഇല്ല. പിന്നെന്താ പറഞ്ഞത്? അള്ളാഹ് എന്ന് പറഞ്ഞത്. ആ അള്ളാഹ് എന്ന അത്തരം സന്ദർഭങ്ങളിൽ ഉത്തരം പറയണമെങ്കിൽ ഇവിടെ എന്തുണ്ട്? വിശ്വാസമുണ്ട്. എന്താ വിശ്വാസം? അള്ളാഹു കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ആത്മധൈര്യം അതെന്താണ്? അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്നുള്ള വിശ്വാസമാണ്. ഞാൻ ഒരു സംഭവം കൂടി പറയാം, ഞാൻ നിർത്താൻ പോകും. എന്താ? നമുക്കറിയാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ട സംഭവം. മൂസാ നബി രക്ഷപ്പെട്ടു. എങ്ങനെ? എവിടെ വെച്ച്? എവിടേക്ക്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെടാൻ സമയം അടുത്തപ്പോൾ
ശത്രു പിന്നാലെയുണ്ട്, ശത്രു പിന്നാലെ ഉണ്ട്. മുന്നിലോ ആരുമുണ്ട്? കടലുണ്ട്. ആ വിഷയം ഇൻഷാ അല്ലാഹ് ഇത് എനിക്ക് വേണ്ടിയിട്ട് സദസ്സിൽ ഒരാൾ പറയും. ബാക്കിൽ അള്ളാഹുവിൽ വിശ്വസിച്ച ആൾക്കാരും മുസനബിയുടെ കൂടെ ഈ ഫിറൗന്റെ എന്താ പറയാ ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പോക്കിലായിരുന്നു. അപ്പോൾ വിശ്വസിച്ചവരൊക്കെ മുസനബിയുടെ കൂടെ പോയി. അങ്ങനെ ഇവര് സമുദ്രം കടക്കുന്നതിനിടയിൽ ശത്രുക്കൾ പിൻഭാഗത്തുണ്ട്, ഇവരെ ഫോളോ ചെയ്തുകൊണ്ട് ബാക്കിൽ തന്നെ ഉണ്ട്. ഇപ്പൊ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല, മുമ്പിൽ കടലാണ്. അപ്പൊ അള്ളാഹു മൂസാ നബിയോട് പറഞ്ഞു, മൂസാ നബിന്റെ വടി എടുത്തിട്ട് കടലിലേക്ക് അടിക്കാൻ പറഞ്ഞു. അപ്പോൾ സമുദ്രം രണ്ടായി പിളർന്നിട്ട് അവർക്ക് പോകാനുള്ളൊരു വഴി ഉണ്ടായി. അങ്ങനെ മൂസാ നബിന്റെ പിന്നാലെ ശത്രുക്കളും അതേപോലെ പോയപ്പോൾ സമുദ്രം അതേപോലെ അവരെ എന്താ പറയാ രണ്ടായത് ഒന്നായി. ശത്രുക്കള് പിന്നെ ഫിറൗനി അതിൽ മുക്കിക്കൊന്നു. മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. അല്ലാഹു ബാരിക്. ഞാൻ വരെ പറഞ്ഞ അത്ര നന്നാവുമോ? ഞാൻ പറഞ്ഞ അത്ര നന്നാവുക ഇല്ലല്ല. അതാണ് വിഷയങ്ങൾ ശ്രവിക്കുക, മനസ്സിലായില്ലേ? അറിയുന്ന വിഷയങ്ങൾ അവതരിപ്പിക്കുക. പലരും തേടില്ല ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുമ്പോൾ എല്ലാവർക്കും കഴിയും. ചിലർ ഇപ്പം നമ്മളുടെ ഈ സദസ്സല്ല, മൊത്തത്തിൽ പറയുമ്പോൾ സ്വയം ശ്രദ്ധിക്കൂല, മറ്റവൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവനെ ശ്രദ്ധിക്കാൻ സമ്മതിക്കൂല. അത് പാടുള്ളതല്ല. എല്ലാവരും എന്ത് ചെയ്യണം? പഠിക്കണം, മറ്റുള്ളവരെ പഠിക്കാൻ അനുവദിക്കും വേണം. ഖലാസ്. എൻ്റെ ഇപ്പോൾ ഇവിടെ പറഞ്ഞ വിഷയം എന്താ? മൂസാ നബി വിശ്വാസികളെയും കൊണ്ട് രക്ഷപ്പെടാണ്. എവിടെ നിന്ന്? ഏതാ നാട്? ഈജിപ്ത്. രക്ഷപ്പെടാനായുമ്പോൾ മുന്നിൽ ആരെ കണ്ടു? കടൽ കണ്ടു. നൈൽ നദിയാണോ കടലാണോ? കടലാണ്. കടലാണെങ്കിൽ ഏത് കടൽ? ഏതാണ്? റെഡ് സീ, ചെങ്കടൽ. ബാക്കിൽ ശത്രു. ആരാ ശത്രു? ഫിർഔൻ, അവൻ്റെ ആളുകൾ അല്ലേ? പിന്നിലേക്ക് ഓടിയാൽ അവർ വെട്ടിക്കൊല്ലും, മുന്നിലേക്ക് ചാടിയാൽ കടലിൽ വീണ് മരിക്കുകയും ചെയ്യും. പേടിയല്ലേ? ആരെങ്കിലും വെള്ളത്തിൽ മുങ്ങി ചാവാൻ ഇഷ്ടപ്പെടുക? ഇല്ല. ശത്രുവിന് തല കൊടുത്തിട്ട് മരിക്കാൻ ഇഷ്ടപ്പെടുക? പേടിയാണ്. പക്ഷെ ഈ സമയം മൂസാ നബി പറഞ്ഞ ഒരു വാചകമുണ്ട്. മൂസാ നബി പറഞ്ഞ ഒരു വാചകം എന്താന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ വരെ പറയാണ്, മുന്നിൽ സമുദ്രം, കടൽ, പിന്നിൽ ശത്രുക്കൾ, നമ്മളെ ഇപ്പോൾ അവർ പിടികൂടും എന്ന് പറഞ്ഞപ്പോൾ ധൈര്യം നൽകാൻ, ആത്മവിശ്വാസം പകരാൻ മൂസാ നബി പറഞ്ഞ ഒരു വചനമുണ്ട്. എന്താണ് ആ വചനം? ഹുസൈൻ, മുന്നിൽ ആളുകൾക്കാണ് ചാൻസ്. എന്താണ് മൂസാ നബി ആളുകളോട് പറഞ്ഞത്? എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. എന്താ പറഞ്ഞേ? എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. അതാണ് പറഞ്ഞത്. കല്ല ഇന്ന മഇ റബ്ബി സയഹ്ദീൻ. ശത്രുക്കൾ പിടിക്കൂല, സമുദ്രത്തിൽ വീണ് മരിക്കൂല. പിന്നെയോ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വഴി കാണിക്കും എന്ന് മൂസാ നബി പറഞ്ഞു. മനസ്സിലായേ? അപ്പോഴാണ് അള്ളാഹു മൂസാ നബിയോട് എന്ത് പറഞ്ഞത്? വടികൊണ്ട് സമുദ്രത്തിലേക്ക്. അപ്പോഴാണ് മൂസാ നബിയോട് അള്ളാഹു വടികൊണ്ട് സമുദ്രത്തിൽ തല്ലാൻ പറഞ്ഞത്. വടികൊണ്ട് സമുദ്രത്തിൽ തച്ചപ്പോൾ എന്ത് സംഭവിച്ചു? രണ്ടായി പിളർന്ന് സമുദ്രജലം മാറി നിന്നു അല്ലേ? രക്ഷയുടെ വഴിയുണ്ടായി. മബ്രൂക്ക്, അല്ലാഹു ബാരിക്. നോക്കിയ ഇവിടെ ശ്രദ്ധിക്ക്, ഞാൻ പറയുന്നത് ശ്രദ്ധിക്ക്. എല്ലാവർക്കും സമ്മാനം കിട്ടും, പക്ഷേ ശ്രദ്ധിക്കണം. സമുദ്രത്തിൽ തച്ചു, സമുദ്രത്തിൽ വഴിയുണ്ടായി, മൂസാ നബിയും വിശ്വാസികളും രക്ഷപ്പെട്ടു. ഫിർഔനും അവൻ്റെ ആളുകളും നമ്മുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ സമുദ്രജലത്തിൽ മുങ്ങി നശിച്ചു.
ഇനി ഞാൻ ദീർഘിപ്പിക്കണില്ല, നിങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാകാൻ പാടുള്ളതല്ല കൂടുതൽ സംസാരിച്ചിട്ട് ഞാൻ ഉപസംഹരിക്കണം. നമുക്കൊക്കെ ഒരു നിലയ്ക്ക് പേടി വേണം, ഒരു നിലയ്ക്ക് പേടി വേണ്ട. ഒരു നിലയ്ക്ക് എന്ത് വേണം? നമുക്കൊക്കെ നമ്മുടെ ഈ ലൈഫിൽ ഒരു നിലയ്ക്ക് നമുക്ക് പേടി വേണം. ഏത് നിലക്കാണ് ആ പേടി വേണ്ടത്? അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ തെറ്റ് ചെയ്യുന്ന വിഷയത്തിൽ നമ്മളുടെ പോക്ക് റോങ് വേലാകാൻ പാടുള്ളതല്ല, നമ്മുടെ വേ കറക്റ്റായിരിക്കണം. നമ്മൾ തെറ്റുകൾ ചെയ്യാൻ പാടുള്ളതല്ല, തിന്മകൾ ചെയ്യാൻ പാടുള്ളതല്ല, നമസ്കാരം ഒഴിവാക്കുക, അതേപോലെ മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക, കൂട്ടുകാരെ ദ്രോഹിക്കുക, റോങ് ആയ പ്രവൃത്തികൾ. ഇതൊക്കെ ചെയ്താൽ നമ്മൾ ആരെ പേടിക്കണം? അള്ളാഹിനെ പേടിക്കണം. അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട്. അതേസമയം നമ്മളുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസത്താൽ നമുക്ക് ഏത് പേടി വേണ്ട? നമ്മൾ ശത്രുക്കളാൽ ദ്രോഹിക്കപ്പെടും, നമുക്ക് ജീവിതത്തിൽ ടെൻഷനുകൾ വരും, നമുക്ക് പരാജയമുണ്ടാകും. ഇതൊക്കെ നമ്മുടെ പേടികളല്ലേ? ഇങ്ങനെയുള്ള പേടികളൊന്നും വേണ്ട. പേടി കൃത്യമായിരിക്കണം. പേടി എന്തായിരിക്കണം? കൃത്യമായിരിക്കണം. പേടിക്കേണ്ടത് പേടിക്കണം, പേടിക്കാൻ പാടില്ലാത്തതിൽ പേടി വേണ്ട. ഒരു 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 കൊച്ചു കഥ പറയാം, കൺക്ലൂഷൻ. എന്താണെന്നറിയോ? ഒരു നാട്ടിൽ അവിടെ രാജാവ് സന്ദർശിക്കാൻ വരികയാണെന്നുള്ള ന്യൂസ് ഉണ്ടായി. ആ നാട്ടിലെ രാജാവ് ആ നാട് സന്ദർശിക്കാൻ വരികയാണ് എന്നുള്ള ഒരു ന്യൂസ്, രാജവിളംബരം ഉണ്ടായി. ഇവിടെ ശ്രദ്ധിക്കുക, ചില ആളുകൾ ബാക്കിൽ ശ്രദ്ധിക്കണില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു നാട്ടിലേക്ക് രാജാവ് സന്ദർശിക്കാൻ വരുമ്പോൾ എന്ത് ചെയ്യും? എന്താ ചെയ്യുക? ഇപ്പം നമ്മളുടെ ഇവിടെ രാജാവ് സന്ദർശിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അലങ്കരിക്കും അല്ലേ? നമ്മൾ ശരിക്ക് രാജാവിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അലങ്കരിക്കും. ആ നാട്ടുകാരും അത് തന്നെയാണ് ചെയ്തത്. നല്ല തോരണങ്ങളൊക്കെ തൂക്കി രാജാവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് റെഡിയാകുമ്പോൾ ആ നാട്ടിൽ ഒരു കാരണവരുണ്ട്, ഒരു വയസ്സായ ഒരു കാരണവർ. ആ കാരണവർ വന്നിട്ട് പറയാണ്, മക്കളെ എന്തിനാണ് നിങ്ങൾ ഈ തോരണങ്ങളൊക്കെ തൂക്കി ഇവിടെ ഡെക്കറേറ്റ് ചെയ്യണത്, എന്തിനാ? അപ്പോൾ ആളുകൾ പറഞ്ഞു, രാജാവ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ട് തോരണങ്ങളൊക്കെ തൂക്കുന്നത്. അപ്പോൾ ഈ കാരണവർ പറയാണ്, അപ്പോൾ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ രാജാവ് വരില്ലല്ലേ? രാജാവിന് ഇത് പേടിയാണോ? രാജാവിന് ഇത് പേടിയാണോ? ഡെക്കറേഷൻ ഉണ്ടായാൽ രാജാവ് വരില്ലല്ലേ? അപ്പോൾ കാരണവരല്ലേ, അയാളുടെ ആ ബുദ്ധിയിൽ അയാൾ പറഞ്ഞു പോയി. അപ്പോൾ ആളുകൾ പറഞ്ഞു, രാജാവ് ഇതിൽ വരാനും ഇതിലൂടെ നടന്നു പോകാനും ഞങ്ങൾ രാജാവിനെ സ്വീകരിക്കാനാണ് ഈ ഡെക്കറേഷൻ ചെയ്യുന്നത്. തോരണങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിത്തൂക്കുന്നത് രാജാവ് ഇതിലൂടെ നടന്നു പോകാനാണ് എന്ന് ആരോട്? കാരണവരോട്. അപ്പം കാരണവർ പറയാണ്, എങ്കിൽ മക്കളെ ഈ തോരണങ്ങളുടെ നൂല് ചെറുതാണ്, കട്ടി കുറവാണ്, വലിയ കയറ് കെട്ടിക്കോളൂ, അല്ലെങ്കിൽ രാജാവ് അതിലൂടെ നടന്നു പോകുമ്പോൾ പൊട്ടി വീഴും. രാജാവ് ഈ ചെറിയ നൂലിലൂടെ നടന്നു പോകുമ്പോൾ അത് പൊട്ടിപ്പോകും. രാജാവ് കടന്നു പോകാനാണ് ഇത് തൂക്കണമെന്ന് പറഞ്ഞപ്പോൾ കട്ടിയുള്ള നൂല് കയറ് കെട്ടിക്കോളൂ, അതില്ല എങ്കിൽ രാജാവ് നടന്നു പോകുമ്പോൾ പൊട്ടി വീഴും എന്ന് കാരണവരുടെ പേടി എന്താ? രാജാവ് ഈ നൂലിലൂടെ പോകുമ്പോൾ പൊട്ടി വീഴുമോ എന്നുള്ള പേടിയാണ്. ഈ പേടി സ്ഥാനത്താണ് അസ്ഥാനത്താണ്? അസ്ഥാനത്താണ്. കാരണം രാജാവ് ഇതിലേ നടക്കുക, രാജാവ് റോട്ടിലൂടെ നടക്കുക, അല്ലെങ്കിൽ ഭൂമിയിലൂടെ നടക്കുക. ഈ കാരണവരുടെ പേടിയല്ല നമുക്ക് ജീവിതത്തിൽ വേണ്ടത്. പേടി നമ്മുടേത് എവിടെ ആയിരിക്കണം? അത് കറക്റ്റായിരിക്കണം, സ്ഥാനത്തായിരിക്കണം. എന്തിൽ പേടിക്കണം? പേടിക്കേണ്ടത് അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്, അവൻ നമ്മളെ പിടികൂടും എന്ന വിഷയത്തിൽ. ഖബർ എല്ലാവർക്കും അറിയാലോ. എന്താ ഖബർ? ഖബർ എന്താ?
ചെറിയൊരു വീട് അല്ലേ, നല്ല മൊഞ്ചുള്ള ലൈറ്റൊക്കെ സജ്ജീകരിക്കപ്പെട്ട നല്ല എയർ കണ്ടീഷൻ അങ്ങനെ വീടാ. അസ്സലാമു നമ്മുടെ മരണത്തിന് ശേഷം വസിക്കേണ്ട സ്ഥലമാണ് ഖബർ. ഒരാളിന് മാത്രം കിടക്കാൻ പറ്റിയ 6 അടി ഉയരം മാത്രമുള്ള ഒരു ചെറിയ ഇടുങ്ങിയ വീടാണ് ഖബർ. മതി, അവിടെ നമ്മൾ തനിച്ചായിരിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ. അവിടെ തനിച്ചായിരിക്കും. അവിടെ പരീക്ഷ ഉണ്ടാവും, മലക്കുകളുടെ ചോദ്യോത്തരങ്ങളുണ്ടാവും. അങ്ങനെ വിജയിക്കണം, അതിനുവേണ്ടി നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്താൽ അവിടെ ഉത്തരം പറയാൻ പറ്റും. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് അവിടെ ജയിക്കാൻ പറ്റും. മാഷാ അല്ലാ. കേട്ടാ, ഖബർ എന്താന്ന് കേട്ടില്ലേ? ഖബർ എന്താന്ന് കേട്ട് അല്ലേ? ഖബറിൽ അതൊരു ചെറിയ അറയാണ്, അത് ഭൂമിയിൽ കുറേ താഴ്ചയിലാണ്. ഖബറിൽ നമ്മൾ തരിച്ചാണ് ഉണ്ടാകുക. എപ്പോൾ? നമ്മളുടെ ആഫ്റ്റർ ഡെത്ത് മരിച്ചതിന് ശേഷം നമ്മളുടെ ഖബറിൽ നമ്മൾ തനിച്ചാണ് ഉണ്ടാകുക. അവിടെ നമ്മൾ തനിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ പേടിക്കണ്ടേ? ഖബറിനെ നമ്മൾ പേടിക്കണ്ടേ? അതാണ് പണ്ടൊരു കവി പറഞ്ഞത്, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടക്ക് പകരം മാളമാം സുബ്ഹാന്, കിടക്കേണ്ടതാണ് അതിലും പെരുത്ത് സമാന് എന്ന് പറഞ്ഞാൽ എന്താ? ഖബർ കണ്ടാൽ നമ്മൾ കരയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ കാണുമ്പോൾ കരഞ്ഞിട്ടുണ്ട്. ഖബർ കാണുമ്പോൾ എന്താ കരഞ്ഞത്? ഖബർ കാണുമ്പോൾ കരഞ്ഞത് മരിച്ചാൽ ചെന്ന് പാർക്കേണ്ട താവളാണ്. അവിടെ തനിച്ചാണ്. മുകളിൽ കല്ല് വെച്ച് കുറേ മണ്ണ് വീഴ്ത്തി ഖബറിൻ്റെ ഉള്ളിൽ നമ്മൾ തനിച്ചാകുമ്പോൾ കളറെന്താ? ഖബറിനകത്ത് ഡാർക്കാണ്. ഖബറിൽ നിന്ന് വാതിലുണ്ടോ? വിൻഡോ ഉണ്ടോ? ഒന്നുമില്ല. ഖബറിനെ പേടിക്കേണ്ടതാണ്. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം നീ ഞെട്ടേണ്ടതാണ്, കണ്ടാലുടൻ വാവിട്ട് നീ കരയണം. കാരണം എന്താ? മേടക്ക് പകരം മാളമാം സുബ്ഹാൻ എന്നാണ്. നല്ല അമ്പരചുംബിയായ നല്ല എയർ കണ്ടീഷൻ വീടൊന്നുമല്ല, ഇതേപോലെ ലൈറ്റും സംവിധാനമൊന്നുമില്ല. പിന്നെയോ ഒരു മാളാണ്. കേവിന് സമ്മാനം ഒരു സ്ഥലമാണ്. മനസ്സിലായോ? പേടിക്കട്ടെ. നമ്മളോട് പറഞ്ഞത് അതിനെ പേടിക്കാതെ കഴിയണമെങ്കിൽ എന്ത് വേണം? അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നമ്മളോട്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ. വിശ്വസിക്കുകയും ഷിർക്ക് ഇല്ലാത്ത വിശ്വാസം അത് വെച്ച് പുലർത്തുകയും ചെയ്താൽ അവർക്കാണ് പേടിയില്ലാത്ത അവസ്ഥ, നിർഭയാവസ്ഥ. ഒന്നുകൂടി, ബാക്കിൽ ചിലരൊന്നും ശ്രദ്ധിക്കണില്ല. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആരിലാ വിശ്വസിക്കേണ്ടത്? അള്ളാഹുവിൽ വിശ്വസിക്കണം, പിന്നെ മലക്കുകളിൽ വിശ്വസിക്കണം, പിന്നെ കിതാബുകളിൽ വിശ്വസിക്കണം, പിന്നെ നബിമാരിൽ വിശ്വസിക്കണം, പിന്നെ പരലോകത്ത് അന്ത്യനാളിൽ വിശ്വസിക്കണം, പിന്നെ വിധിയിൽ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുകയും വിശ്വാസത്തിൽ ഷിർക്ക് കലർത്താതിരിക്കുകയും ചെയ്തവർ. എന്താ ഷിർക്ക്? നിൽക്ക് ഒരു മിനിറ്റ്. ആരും വിളിച്ചു പറയാൻ പാടില്ല. വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാൻസ് പോവല്ലേ. ഷിർക്ക് കലർത്താതിരിക്കുകയും ചെയ്തവർ എന്ന് പറഞ്ഞു. എന്താ ഷിർക്ക്? അള്ളാഹുവിൽ പങ്കു ചേർക്കൽ. പിന്നെ ഇപ്പൊ മുസ്ലിങ്ങള് ഹിന്ദുക്കള് വേറെ ആൾക്കാരെ പ്രാർത്ഥിക്കണോ? അങ്ങനെ മോൻ സമ്മാനം കൊടുത്തന്നെ പറഞ്ഞ വളരെ അല്ല അതാണ് ഷിർക്ക്. അള്ളാഹു അല്ലാത്തവരിൽ പങ്കു ചേർക്കലാണ് ഷിർക്ക്. മനസ്സിലല്ലേ? അതിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ് അള്ളാഹു അല്ലാത്തവർ എന്ന് പറഞ്ഞെങ്കിൽ ദേവന്മാർ, ദേവികൾ, ചിലരൊക്കെ നേർച്ചക്കാരെ വിളിക്കും, നബിമാരെ വിളിക്കും, വലിയനെ വിളിക്കും, ഷെയ്ഖെന്ന് വിളിക്കും. അതൊക്കെ എന്താണ്? അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. ചില ആളുകളുണ്ടല്ലോ കയ്യിൽ രക്ഷ കെട്ടും, രക്ഷ അല്ലേ?
അതേപോലെ ചില ആളുകളുടെ കഴുത്തിൽ കാണാം ഒരു പിച്ചളയുടെ കളർ, ഗോൾഡ് കളറിൽ ഒരു കണ്ടൻസർ മാതിരി എന്താണ് തകിട്, അതിനെന്താ പറയുക? ഏലസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ തഅല്ലക തമീമതൻ ഫഖദ് അശ്റക്. ബാക്കിൽ ചില ആളുകൾ ഏലസ് അന്വേഷിക്കാൻ തോന്നണം, അവൻ്റെ അരയിലുണ്ടോ എന്നൊക്കെ. അതൊക്കെ പിന്നെ നോക്കണ്ട, നമുക്ക് ഇപ്പം അത് നോക്കണ്ട. ഇവിടെ ശ്രദ്ധിക്കും, മൻ തഅല്ലക തമീമതൻ ഫഖദ് അശ്റക്. ആരെങ്കിലും ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു. ഏലസ് കെട്ടുന്നവൻ ശിർക്ക് ചെയ്തു. അപ്പോൾ ഏലസ്, നൂല്, ഇങ്ങനത്തെയൊക്കെ വിഷയങ്ങളുണ്ടല്ലോ, അതൊക്കെ ശിർക്കാണ്. ഇങ്ങനെയുള്ള ശിർക്ക് വരാതെ വിശ്വസിക്കുന്നവർ ഉലായിക ലഹുമുൽ അംൻ, അവർക്ക് പേടിയില്ല, അവർക്കാണ് നിർഭയത്വം, പേടിയില്ലാത്ത അവസ്ഥ. അപ്പം നമ്മുടെ ജീവിത നാളിൽ നമ്മൾ പേടിയില്ലാതെ കഴിയണം. മരിച്ച് നമ്മൾ പറഞ്ഞ ഖബറിലെത്തിയാൽ അവിടെ പേടിയില്ലാതെ കഴിയണം. പിന്നെ ഖബറിൽ നിന്ന് നമുക്ക് എന്തുണ്ട്? ഖബറിൽ നിന്ന് എന്തുണ്ട്? എന്താ അന്ത്യനാൾ സംഭവിച്ചാൽ എന്താ? ഖബറിൽ നിന്ന് നമ്മളെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. എവിടേക്ക് ഉയർത്തെഴുന്നേൽക്കും? മഹ്ശറയിലേക്ക് ഉയർത്തെഴുന്നേൽക്കും. അവിടെ നമുക്ക് എന്തുണ്ടാകാൻ പാടില്ല? പേടി ഉണ്ടാകാൻ പാടുള്ളതല്ല. അതിന് എന്താ വേണ്ടത്? അതാ പറഞ്ഞത്, വിശ്വസിക്കുക, ഷിർക്ക് ചെയ്യാൻ പാടില്ല. ഷിർക്ക് വരാതെ വിശ്വാസിയാകുമ്പോൾ അവർക്കാണ് പേടിയില്ലാത്ത അവസ്ഥ. ഖലാസ്, പേടിക്കണ്ട, നമ്മളോടൊപ്പം ആരുണ്ട്? അള്ളാഹു ഉണ്ട്. പേടിക്കണം, നമ്മളോടൊപ്പം ആരുണ്ട്? അള്ളാഹു ഉണ്ട്. തെറ്റുകുറ്റങ്ങൾ ചെയ്യാതെ നേർവഴിയിൽ നല്ല മക്കളായി, നല്ല പഠിതാക്കളായി ടീച്ചേഴ്സിനും അതേപോലെ പാരൻസിനും നമ്മുടെ നെയ്ബേഴ്സിനും അതേപോലെ തന്നെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് എല്ലാവർക്കും നമ്മൾ നല്ല കുട്ടികളായി വളരാൻ നമ്മളിതുപോലുള്ള വിഷയങ്ങൾ കേൾക്കുക, പഠിക്കുക. അതേപോലെ നമ്മളെന്ത് വേണം? പടച്ചവനോട്, അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയും ചെയ്യണം. അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ പ്രകാശം നമ്മളിൽ അവതരിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീപ്തി ഏകുമാറാവട്ടെ. അള്ളാഹു നമുക്ക് ഏവർക്കും എല്ലാ നന്മകളിലേക്കും ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇവിടെ നമ്മൾ ഒരുമിച്ചുകൂടി ഇതിനേക്കാൾ നല്ല ഒരു വേദിയിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒത്തുകൂടാൻ നമ്മളെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. മാതാപിതാക്കളെ അനുസരിക്കുന്ന, മാതാപിതാക്കൾക്ക് വഴിപ്പെടുന്ന നല്ല മക്കളായി അള്ളാഹു നമ്മളെ വളർത്തുമാറാവട്ടെ. നമുക്ക് ഏവർക്കും അള്ളാഹു ഒരു നല്ല ഫ്യൂച്ചർ പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.